പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ മാക്സിമ മിനിമ എന്ന ടോപ്പിക്കിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക്, അതായത് പ്രോബ്ലം സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നാൽ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂസ് കാണുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കണ്ടിരുന്നു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് അത് ഫെയിലാകുകയോ അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരുന്നതുമായ 2 കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ 2ാമത്തെ ടെസ്റ്റായ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് അപ്പോൾ അപ്ലൈ ചെയ്യും. അല്ലാത്ത ബാക്കി മുഴുവൻ ക്വസ്റ്റ്യൻസിലും നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോബ്ലത്തിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ബോധേഡാകണ്ട. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ, രണ്ടാമത്തേത് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ നിന്നും മാക്സിമവും മിനിമവും ഐഡൻറ്റിഫൈ ചെയ്യാൻ, മൂന്നാമത്തേത് മാക്സിമം മിനിമവും ആകുന്ന പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും കാണാൻ. പിന്നെ 3 സ്റ്റെപ്പേ നമുക്കുള്ളൂ. എല്ലാ പ്രോബ്ലത്തിലും നമ്മളിത് 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഓർത്ത് വെക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. അങ്ങനെ വേണമെങ്കിലും ഓർത്ത് വെക്കാം. ഇപ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഓർത്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാക്സിമം മിനിമം വാല്യൂസ് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ കാണേണ്ട പ്രോബ്ലംസിൻ്റെ ആദ്യത്തെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം മിനിമം വാല്യൂസ് കാണുന്നതിന് നമ്മൾ സാധാരണഗതിയിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം. ഇനി ഇതിന് ഫെയിലാകുകയോ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, 2 കേസ് നമ്മൾ കണ്ടതാണ്. ഇതിലേതെങ്കിലും ഒരു കേസ് വന്നാൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ f of x = 2x - 1 all square + 3. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഇഫ് എനി ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഉണ്ടെങ്കിൽ ആ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അപ്പോൾ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് വേണ്ടി 3 സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റെപ്പ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്ന സ്റ്റെപ്പ്. അത് രണ്ടും കൊണ്ട് ശരിക്കും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിയും. പക്ഷേ നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടി തേർഡ് സ്റ്റെപ്പും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം വാല്യൂ മിനിമം പോയിന്റും മാക്സിമം പോയിന്റും മിനിമം പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ അത് ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂവും ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂവും കാണുന്ന 3ാമത്തെ സ്റ്റെപ്പ്. അതും കൂടി ആയാലേ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആകൂ. അതുകൊണ്ട് അതും കൂടെ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുന്നു. കൂടുതൽ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ. ഇത് കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ് f of xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f' അല്ലെങ്കിൽ നമ്മൾ dy/dx എന്ന് വിളിക്കും. f of x = y അല്ലേ. dy/dx = ഇതിൻ്റെ ഡെറിവേറ്റീവ്, സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. 2 ഇൻറ്റു സ്ക്വയറിൻ്റെ കൂടെയുള്ള വേരിയബിൾ എഴുതി ഇൻറ്റു ഇതിന് കൂടെയുള്ള വേരിയബിൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്, സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ആ ഫംഗ്ഷൻ ആ ടേമിൻ്റെ ആ വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് 2x - 1ൻ്റെ ഡെറിവേറ്റീവ്. 2x - 1ൻ്റെ ഡെറിവേറ്റീവ് 2xൻ്റെ ഡെറിവേറ്റീവ് - 1ൻ്റെ ഡെറിവേറ്റീവ്. 2xൻ്റെ ഡെറിവേറ്റീവ് 2, 1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 ആയിപ്പോയി. പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞു 3യുടെ ഡെറിവേറ്റീവ്. 3യുടെ ഡെറിവേറ്റീവ് 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമല്ല നമുക്കറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുത്ത് അതിൽ നിന്നും
എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ ഇത് എത്ര കിട്ടി? ഇത് 4 2 8 8x മൈനസ് 4 ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്തു ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? എക്സ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഒരെണ്ണമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ, എക്സ് ഈക്വൽ ടു 1/2. ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റിന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു ലൈനിൽ തന്നെ അങ്ങ് തീർത്താൽ നമുക്ക് എളുപ്പമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്രിട്ടിക്കൽ നമുക്ക് കിട്ടിയ ഈ പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. മാക്സിമം പോയിന്റ് ആണോ മിനിമം പോയിന്റ് ആണോ അഥവാ ഇത് രണ്ടും അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. y ഡബിൾ ഡാഷ് കാണുക, d² y dx². y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ y2 എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഇപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ 4 ഉണ്ട് കോൺസ്റ്റന്റ് പുറത്ത്. കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ 2x - 1 എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 2x - 1ന്റെ ഡെറിവേറ്റീവ് 2 ആണ് നമുക്കറിയാം. -1ന് 0 അല്ലേ. ഇപ്പൊ ഡെറിവേറ്റീവ് നമ്മൾ 8 എന്ന് കിട്ടും. ഡെറിവേറ്റീവ് 8. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിപ്പോയാൽ നമ്മുടെ ടെസ്റ്റ് ഫെയിൽ ആവും. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. നമ്മൾ അടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കൺക്ലൂഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അതായത് ആ സ്റ്റേജിന് ശേഷം ഇൻക്രീസിംഗ് ആയിട്ട് വന്നു ഗ്രേറ്റർ ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, മാറിപ്പോകരുത്, പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് കിട്ടിയ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ്, അതിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. The critical point is point of maxima. Sorry, maxima ആണോ? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമ എന്ന് എഴുതാനാണ് ടെൻഡൻസി. പക്ഷെ ആ മാക്സിമയാണോ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആരായിരിക്കും? പോയിന്റ് ഓഫ് മിനിമയാണ് വരുന്നത്. കാരണം ആ സ്റ്റേജിന് ശേഷം ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആയി മാറും. മിനിമം പോയിന്റിന് ശേഷം ഇൻക്രീസിംഗ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ സ്റ്റെപ്പാണ്. നമ്മൾ എന്തെന്ന് ഐഡന്റിഫൈ ചെയ്തെടുത്തു? ദാറ്റ് പോയിന്റ് ഈസ് എ പോയിന്റ് ഓഫ് മിനിമ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എക്സ് ഈക്വൽ ടു 1/2. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതോടെ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് നമുക്കറിയാലോ. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ. ഇവിടെ ഏത് വാല്യൂ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയത് ഏത് പോയിന്റാ? മിനിമം പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മാക്സിമം പോയിന്റ് ഇപ്പൊ ഇതിനില്ല. അതുകൊണ്ട് നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മിനിമം വാല്യൂ. Therefore, മിനിമം പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് മിനിമം വാല്യൂ അല്ലേ. മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x ഈസ് ഈക്വൽ ടു എത്ര വരും? ഏത് പോയിന്റിലാണ് ഈ ഫംഗ്ഷന് മിനിമം ആകുന്നത്? അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഏത് സ്ഥലത്ത് എത്തുമ്പോഴാണ് മിനിമം ആകുന്നത്? ഏത് സ്ഥലത്താണ്? x ഈക്വൽ ടു 1/2 എന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ മിനിമം ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് എഴുതണം? മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് f ഓഫ് എക്സിന്റെ വാല്യൂ 1/2 ആകുമ്പോൾ f of 1/2 ആണ്. അത് ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇത് എത്രയാണ് കണ്ടുപിടിച്ചെഴുതണം. f of 1/2, എഫിന്റെ 1/2 എന്നുള്ള വാല്യൂ കൊണ്ടിടുക. ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോയിടണേ. ഫംഗ്ഷൻ്റെ അകത്ത് 1/2 കൊണ്ട് ഇടുക. അപ്പോൾ ഇത് 1/2 കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് 1 - 1 0. സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ 0 + 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ആൻസർ എത്ര കിട്ടി? മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 3. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, f of x ഈക്വൽ ടു -x - 1 ഹോൾ സ്ക്വയർ പ്ലസ് 10. സ്വന്തമായി ചെയ്യാൻ പറ്റുന്നവർ സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ വെരിഫൈ ചെയ്യുക. ഇവിടെയും മാക്സിമം മിനിമം തന്നെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ സ്വന്തം ചെയ്യാവുന്ന സ്വന്തം തന്നെ ചെയ്യുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 3 സ്റ്റെപ്പ്, 3 ലൈൻ പോലെ തന്നെ എഴുതി ശീലിച്ചാൽ നമുക്ക് എളുപ്പമാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. ആദ്യം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെ മൈനസ് ഉണ്ട് കോൺസ്റ്റന്റ് കണ്ടിട്ടേക്ക്. ഇനി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു കൂടെയുള്ള വേരിയബിളിനെ എഴുതുക, ഇൻറ്റു ആ വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ്. x - 1ന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, പ്ലസ് 10ന്റെ ഡെറിവേറ്റീവ് 0. അതായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ആ സ്റ്റെപ്പ് തീരുന്നോടം വരെ എഴുതി പോകണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
എക്സ് ഈക്വൽ ടു, പിന്നെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ് കിട്ടും. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണ്. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് സ്റ്റെപ്പ്, അങ്ങനെ ഓർക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് -2 കോൺസ്റ്റന്റ് പുറത്തുണ്ട്, x - 1ന്റെ ഡെറിവേറ്റീവ് x - 1 - 0 ദാറ്റ് ഈസ് 1. ഇപ്പോൾ -2 × 1, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് -2 എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ചിഹ്നം അനുസരിച്ചാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടി വെച്ചിരിക്കുന്ന ഈ സാധനം എന്തായിരിക്കും? x = 1ന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ നടത്തിയത്. അപ്പോൾ <0 ആണെങ്കിൽ x = 1 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം ആയിരിക്കുമോ മിനിമം ആയിരിക്കുമോ? പോയിന്റ് ഓഫ് <0 ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, കാരണം മാക്സിമം പോയിന്റിന് ശേഷം ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയ <0 അതിന് ശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് സെക്കൻഡ് കേസ് ആകുമ്പോഴത്തേക്കും അത് പിന്നെ ഡിക്രീസിംഗ് ആവുകയാണ്. ഫസ്റ്റ് കേസിൽ ഇൻക്രീസ് ചെയ്ത് സെക്കൻഡ് കേസിൽ വന്നപ്പോൾ ഡിക്രീസ് ആയി. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കുക. അപ്പോൾ പോയിന്റ് ഓഫ് മാക്സിമം നമുക്ക് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വേണ്ടത് കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പോയിന്റ് ഓഫ് മാക്സിമയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം പോയിന്റ് ഓഫ് മിനിമം നമുക്ക് കാണാൻ പോയിന്റ് ഇല്ല, ആകെ 7 പോയിന്റേ ഉള്ളൂ. അപ്പോൾ മിനിമം ഇല്ല ഈ ഫംഗ്ഷന്, മാക്സിമം മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിയതിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. Therefore maximum value of function f(x) equal to ഏത് പോയിന്റിലാണ് ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടുന്നതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? ഏത് സ്ഥലത്ത് എത്തുമ്പോഴാണ്? എക്സിന് 1 എന്ന പോയിന്റിൽ എത്തുമ്പോൾ ഫംഗ്ഷന് മാക്സിമം വാല്യൂ വരും. അത് എത്രയാണ്? 1 എന്ന പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണെന്ന് ഇതിനകത്ത് ഇട്ട് നോക്കാം. ഈ ഫംഗ്ഷൻ്റെ അകത്താണ് എഴുതേണ്ടത്, എഫ് അല്ലേ. 1 - 1 0 ആയി പോയി. മാക്സിമം വാല്യൂ എത്രയാണ് ഫംഗ്ഷന് കിട്ടുന്നത്? 10. അതാണ് നമ്മുടെ രണ്ടാമത്തേതിന്റെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. നിങ്ങൾ ഇന്ന് ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ താല്പര്യമുണ്ട് എനിക്ക്. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഒന്ന് ഡെറിവേറ്റീവ് 0 ആവുന്ന കേസും, ഒന്ന് ഡെറിവേറ്റീവ് ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് 0 ആകണം, അല്ലെങ്കിൽ dy/dx എക്സിസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ 2 കേസ് വരുന്നുണ്ട്. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാം നോക്കിയത് ഏത് മാത്രമേ ഉള്ളൂ? ഈ ഡെറിവേറ്റീവ് 0 ആണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. ഈ dy/dx എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാൻ പോയില്ല അല്ലേ. അതിന് കാരണമുണ്ട്. നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്ന് 2 കേസുകളിലേ വരുന്നുള്ളൂ. ഒന്ന് മോഡുലസ് വരുമ്പോൾ, മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ അവിടെ ഡെറിവേറ്റീവ്, മോഡുലസിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ 0 വന്നാൽ ആ ഡെറിവേറ്റീവ് മോഡ് എക്സ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0 എന്ന് നിങ്ങൾ പഠിച്ചില്ലേ. അത് മോഡിനുള്ളിലുള്ള ഫംഗ്ഷൻ 0 വരുന്ന കേസിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. പിന്നെ ഫ്രാക്ഷൻ വരുന്ന രീതിയിൽ f(x/g) എന്ന ഫ്രാക്ഷൻ വന്നാൽ ഇതിൽ g(x) = 0, ഡിനോമിനേറ്റർ = 0 എന്ന് വരുന്ന കേസ് ആണ് വരുന്നതെങ്കിൽ ആ പോയിന്റിലും g(x) = 0 എന്ന് വരുന്ന പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകില്ല. അതായത് നമ്മൾ ഈ രണ്ടാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ രണ്ടാമത്തെ കേസ് ഈ എല്ലാ പ്രാവശ്യവും dy/dx = 0 നോക്കണം. രണ്ടാമത്തെ തരം ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് എപ്പോൾ മാത്രമേ ഉള്ളൂ. എല്ലാ കേസിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? എപ്പം മാത്രം നോക്കിയാൽ മതി? ആ ഫംഗ്ഷൻ്റെ അകത്ത് മോഡുലസ് ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ക്രിട്ടിക്കൽ പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. ഒന്നായി. പിന്നെ ഫംഗ്ഷൻ ഒരു കോഷ്യന്റ് ആണെങ്കിൽ, ഈ ഫോമിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിലെ ഡിനോമിനേറ്റർ 0 ആകുന്ന കേസിലും f(x) ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള കേസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2 കേസ് ഒഴികെ വേറെ എവിടെയും നമ്മൾ ഈ dy/dx ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നത് പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഇനി അടുത്ത പ്രോബ്ലം വരുമ്പോൾ ഞാൻ അതൊന്നുകൂടെ പറയുന്നുണ്ട്. ഇത് അല്ലാത്ത എല്ലാ കേസിലും നമ്മൾ ഫസ്റ്റ് ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ f(x) = 9x² + 12x + 2. ഇവിടെയും മാക്സിമം മിനിമം വാല്യൂ കാണാൻ തന്നെയാണ് നമ്മൾ ഏത് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ 3 സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ആക്കിയേക്കുന്നു. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. അതായത് y ഡബിൾ ഡാഷ് dy/ ഞാൻ തൽക്കാലം y ഡാഷ് എന്ന് എഴുതുന്നുള്ളൂ. ഇതിന്റെ ഡെറിവേറ്റീവ്
സിമ്പിൾ ഫംഗ്ഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് ഡെറിവേറ്റീവ് എഴുതാം. ഇത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തീരുന്നോളം വരെ എഴുതി പോണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ഈ കേസിൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് എടുത്ത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് എടുത്താൽ നമുക്ക് x ഈക്വൽ ടു -2/3 എന്ന് കിട്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റിനെ മാത്രമേ നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തതിൽ പെടുന്നതല്ല. ഇത് പോളിനോമിയൽ ആണ്, അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് നേരത്തെ പറഞ്ഞില്ലേ, ആ രണ്ട് ടൈപ്പിൽ മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കേണ്ടതുള്ളൂ. ഇനി നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 18x + 12ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാനിത് ഒരു ക്വസ്റ്റ്യൻ മാറ്റം ഉണ്ടെന്ന് ഓർത്ത് ചെയ്തതാണ്. 18x നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. 18x ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് വരും? ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം ആണോ മിനിമം ആണോ? ഗ്രേറ്റർ ദാൻ 0 എന്നാൽ മിനിമ. അത് ഓർക്കണേ, മാറിപ്പോകരുത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ഫോർ മിനിമം. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായി. ഇപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് മിനിമം പോയിന്റ് ആണ് കിട്ടിയത്. അപ്പം ഈ ഫംഗ്ഷന് മാക്സിമം പോയിന്റ് ഇല്ല. ദ മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഈസ് ഏത് പോയിന്റിലാണ് മിനിമം വരുന്നത്? f(-2/3)ലാണ് ഇതിന് മിനിമം വരുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്തോട്ട് 9 × -2/3 ക്യൂബ് സ്ക്വയർ അല്ലേ, +12 × -2/3 + 2. ഇത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇത് 9 കെട്ടിപ്പോയി, ഇത് 4 ആയി. ഇത് 4 - 2 8 ആയി. ഇത് +2 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? -2 കിട്ടി. അതായത് ഈസി അല്ല, ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്ന് ഓർത്ത് ചെയ്തു പോയതാണ്. ഇത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് മാറ്റമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഉള്ള കോമൺ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചു. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, എന്നിട്ട് അതിലുള്ള x കണ്ടുപിടിക്കുക. f' കണ്ടു, y' ഞാൻ കൊടുത്തത് 3x². ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ആകുന്ന x ഏതാണ്? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നതിൽ തുടങ്ങി. അതിന് ബാക്കി അങ്ങോട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അപ്പോൾ കിട്ടുന്ന ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. x² ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ x ഈക്വൽ ടു ഇക്വേഷന്റെ സൊല്യൂഷൻ x ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടി. ഈ ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രിട്ടിക്കൽ പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഫൈൻഡ് y'. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്? 6x കണ്ടു. ഇനി എന്ത് വേണം? ഈ 6x കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമല്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക എന്ന് മാത്രമല്ല, ഇതിന് പിന്നെ അങ്ങോട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട് പിന്നെ അങ്ങോട്ട് ഉണ്ടല്ലോ ബാക്കി. ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഓർക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ മുഴുവനും കണ്ടു തീർക്കണം സ്റ്റെപ്പ് മുഴുവനും. അതേപോലെ സെക്കൻഡ് ഡെറിവേറ്റീവും അതിന്റെ ആദ്യമാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക, പിന്നെ അങ്ങോട്ടുണ്ട്. പിന്നെ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് പിന്നെ ബാക്കി എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഐഡന്റിഫിക്കേഷൻ ആണ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ പെട്ട പോയിന്റുകൾ മാക്സിമം പോയിന്റ് ആണോ മിനിമം? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 3 തരം വരും നമുക്കറിയാം. ഇതിൽ നിന്നും മാക്സിമം ആണോ മിനിമം ആണോ? ഇനി ഇത് രണ്ടും അല്ലാത്തവരെ നമ്മളൊരു ഇൻഫ്ലക്ഷൻ എന്ന് പറയല്ലേ, ഓർക്കുന്നുണ്ടോ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. നമുക്ക് മാക്സിമം ആകുന്ന പോയിന്റും മിനിമം ആകുന്ന പോയിന്റും ഏതാണെന്ന് തരംതിരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് എന്തിട്ട് കൊടുക്കണം? ഈ പോയിന്റുകൾ നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റുകളുടെ നേച്ചർ പറയും സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അറ്റ് x ഈക്വൽ ടു 0. ഒന്നാമത്തെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഇവിടെ ഉള്ളൂ.
അപ്പോൾ ഒന്നാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ടു. അറ്റ് എക്സ് ഈക്വൽ ടു 0 y ഡബിൾ ഡാഷിന്റെ വാല്യൂ എത്ര വന്നു? സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ നേച്ചർ ആണ് അനുസരിച്ചാണ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ അല്ലെ? മാക്സിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരുമായിരുന്നു? മാക്സിമം പോയിന്റിന് ശേഷം ഫംഗ്ഷൻ ഡിക്രീസിങ് ആയതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവിലെ ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. മിനിമം പോയിന്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത മിനിമം പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം മിനിമം പോയിന്റിന് ശേഷം ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ശേഷമല്ല. അതുകൊണ്ട് ആ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഇൻഫ്ലേഷൻ ആണെങ്കിൽ എന്ത് വരും? ഇത് മാക്സിമം അല്ല മിനിമം അല്ല എന്ന കേസ് വരും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 വരുന്ന കേസ് വന്നെന്നോർത്ത് ഇൻഫ്ലേഷൻ നമുക്ക് പറയത്തില്ല. നമ്മളെന്നോട് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഈക്വൽ ടു 0 ഇതിൽ രണ്ടിലും മാക്സിമം മിനിമം ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫ്ലേഷൻ അല്ല. ഈക്വൽ ടു 0 ആയാൽ ടെസ്റ്റ് ഫെയിൽ ആണ്. ഈ ടെസ്റ്റ് ഫെയിൽ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഇൻഫ്ലേഷൻ ആണോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ കേസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ മാക്സിമം പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലക്ഷൻ ആയിരിക്കും. അതായത് y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫ്ലക്ഷൻ എന്നുള്ള അല്ല കേസ്. ടെസ്റ്റ് ഫെയിൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്നും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മാക്സിമം മിനിമം അല്ലാത്ത പോയിന്റ്. അങ്ങനെ ഒരു പോയിന്റ് എവിടെയെങ്കിലും വന്ന് കണ്ടാൽ ഞാൻ കാണിക്കാം, എക്സാമ്പിൾ പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻഫ്ലക്ഷൻ ചിലപ്പോൾ ഈ കേസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കേണ്ടവർ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ബാക്കി ചെയ്യുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പിന്റെ ബാക്കിയാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇതിന്റെ ബാക്കി അറ്റ് ഇതാണ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഇത് ഒന്നാമത്തെ പോയിന്റ് എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ടു. അപ്പൊ y ഡബിൾ ഡാഷ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇത് എത്ര വന്നു? 0 എന്ന് വന്നു. നല്ല കാര്യമായി പോയി. എന്ത് സംഭവിച്ചു? സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 വന്നാൽ എന്ത് സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ. ഈ കേസിൽ അപ്പൊ നമ്മൾ എന്ത് എഴുതണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ ഈ കേസിൽ we can't identify the point, the critical point, whether it is maxima, minima or inflection. അതുകൊണ്ട് ടെസ്റ്റ് ഫെയിൽ ആയാൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ഫെയിൽ ആയാൽ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണം? അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സോ അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പൊ 3x². അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു പോയിന്റ് എടുക്കുക. 0ക്ക് ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, 0യുടെ അടുത്തുള്ള ഒരുപാട് ദൂരെയുള്ള പോയിന്റ് ഒന്നും എടുക്കരുത്, കുറച്ച് അടുത്തുള്ള പോയിന്റ് തന്നെ എടുക്കണം. നമുക്കൊരു -1/2 ഇടാം. -1 ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ദൂരെയായില്ലേ? ഒരു -1/2 ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ സൈഡിലായതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാം f dash of -1/2. ഫസ്റ്റ് ഡെറിവേറ്റീവിനകത്തോട്ടാണ് ഇടുന്നത്. 0യുടെ ഇപ്പുറത്തുള്ള പോയിന്റ് -1/2 ഇട്ട് വെച്ചാൽ ഇത് 1/4 വരും. 3/4 മൈനസ് അല്ല പ്ലസ് 3/4 വരും അല്ലേ? സ്ക്വയർ അല്ലേ? അപ്പോ ഈ സൈഡിൽ ഇത് ഗ്രേറ്റർ ദാൻ 0, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടിയത്. ലെഫ്റ്റ് സൈഡില് ഇൻക്രീസിംഗ് ആണ് കിട്ടിയത്. ലെഫ്റ്റ് സൈഡിന്റെ ഇൻക്രീസിംഗ് ഇവിടെ ഇട്ട് വെക്കണം. ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗ്. ഈ സൈഡിലെ ഒരു പോയിന്റ് എടുക്കുക. 0യുടെ അപ്പുറത്തെ ഒരു പോയിന്റ്. അപ്പുറത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 1/2 തന്നെ എടുത്തു. f dash of 1/2 ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര തന്നെ കിട്ടും? 3 × 1/4 3/4 തന്നെ കിട്ടി. അതും എന്ത് കിട്ടി? ഗ്രേറ്റർ ദാൻ 0 തന്നെ കിട്ടി. അപ്പൊ 0യുടെ ഇടത്തെ സൈഡിൽ ഇൻക്രീസിംഗ് ആണ്, വലത് സൈഡിലും ഇൻക്രീസിംഗ് ആണ്. ഇങ്ങോട്ട് എഴുതി കാണിക്കാം. 0 എന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. 0 ഈ പോയിന്റ് ഇങ്ങോട്ട് വൃത്തിക്ക് എഴുതിയേ ഉള്ളൂ. ഇത് ലെഫ്റ്റ് സൈഡിലും ഇൻക്രീസിംഗ് ആണ്, റൈറ്റ് സൈഡിലും ഇൻക്രീസിംഗ് ആണ്. രണ്ട് സൈഡിലും ഇൻക്രീസിംഗ് ആണ്. ഇവിടെയും ഇൻക്രീസിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ 0 എന്ന പോയിന്റ് മാക്സിമം പോയിന്റ് ആവുമോ? മാക്സിമം പോയിന്റ് ആണെങ്കിൽ എന്ത് വേണം? ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗും റൈറ്റ് സൈഡിൽ ഡിക്രീസിംഗും വരണം. അങ്ങനെയാണോ വന്നേ? ഇവിടെ അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗും റൈറ്റ് സൈഡിൽ ഡിക്രീസിംഗും അങ്ങനെയല്ല വന്നത്. ഇനി മറ്റേതാണെങ്കിൽ എന്ത് വരണം? റൈറ്റ് സൈഡിൽ ഡിക്രീസിംഗും ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗും വരണം.
അങ്ങനെയാണോ വന്നത്? ഇതാണ് നമുക്ക് വന്ന കേസ്. ഇവിടെയും ഇൻക്രീസിങ്, ഇവിടെയും ഇൻക്രീസിങ്, രണ്ട് സൈഡിലും ഇൻക്രീസിങ് ആണ് വന്നത്. അപ്പൊ രണ്ട് സൈഡിലും ഇൻക്രീസിങ്. അപ്പൊ ഈ കേസും അല്ല, ഈ രണ്ട് കേസും അല്ല. ഇത് മാക്സിമം പോയിന്റിന്റെ കേസ്, ഇത് മിനിമം പോയിന്റിന്റെ കേസ്, ഇത് മാക്സിമത്തിന്റെ കേസ്. ഇപ്പൊ മാക്സിമം ആകുന്നില്ല, മിനിമം ആകുന്നില്ല. മാക്സിമം മിനിമം ആകുന്നില്ലെങ്കിൽ പിന്നെ ആര് വരും എന്നാണ് പറഞ്ഞത്? മാക്സിമം മിനിമം അല്ലാത്ത, ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇത് മാക്സിമം മിനിമം അല്ലാത്ത ക്രിട്ടിക്കൽ പോയിന്റ് ആരായിരുന്നു? ഇപ്പൊ നമ്മൾ ആരാണ്? x equal to 0 is a point of inflection. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കേസ് നിലവിലുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതി വെക്കണം. അറ്റ് എ പോയിന്റ് x equal to 0യുടെ ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് -1/2 ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ 3/4 greater than 0 എന്ന് വന്നു. therefore increasing എന്ന് വന്നു. അറ്റ് എ പോയിന്റ് റൈറ്റ് ടു 0, അതിനപ്പുറത്തുള്ള ഒരു പോയിന്റിൽ എടുത്തു. f dash of 1/2ന്റെ വാല്യൂ അതും 3/4 തന്നെ വന്നു. greater than 0 ആണ്, അതും ഇൻക്രീസിങ് ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇൻക്രീസിങ് വന്നു. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഷൻ ഉണ്ടാക്കും? ഒരു സ്ഥലത്ത് ഇൻക്രീസിങ്ങും ഒരു സ്ഥലത്ത് ഡിക്രീസിങ്ങും ആയിരിക്കണം. മാക്സിമോ മിനിമോ വരണം. മാക്സിമോ മിനിമോ വരണമെങ്കിൽ ഒരു സൈഡത്ത് ഡിക്രീസിങ്, ഒരു സ്ഥലത്ത് ഇൻക്രീസിങ്, തിരിച്ച് വരണം അല്ലേ? ഇവിടെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇങ്ങനെ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരേപോലെ വന്നു, രണ്ടും ഇൻക്രീസിങ് വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയത്തില്ല? മാക്സിമോ അല്ല, മിനിമോ അല്ല. മാക്സിമോ അല്ല, മിനിമോ അല്ലെങ്കിൽ നമ്മൾ ആ പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ആ പേരിന്റെ പേരൊന്നും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. കിട്ടിയാലല്ലേ അവിടുത്തെ വാല്യൂ, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു മാക്സിമം പോയിന്റോ മിനിമം പോയിന്റോ കിട്ടണം, എന്നാലേ മാക്സിമം വാല്യൂ കാണാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നും അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? the function f of x has no maximum value and minimum value. അങ്ങനെയുള്ള കൺക്ലൂഷനിൽ നമ്മളവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ടൊന്ന് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചോളുക. ഇങ്ങനെ ഒരു എക്സാമ്പിൾ എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്, അപൂർവമായി കിട്ടുന്ന ഒരു എക്സാമ്പിൾ ആണിത്. ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പക്ഷെ മാക്സിമം മിനിമം അല്ല. ഇത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇതിന്റെ പേരൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതി വെച്ചാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വന്നില്ലാത്തതുകൊണ്ട് ഇപ്പം ഈ ക്വസ്റ്റ്യൻ്റെ എണ്ണം കൃത്യം അറിയത്തില്ലാതെ ആയിപ്പോയി. ഇത് അഞ്ചാമത്തേതാകാനാണ് സാധ്യത. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാൻ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ കേസാണ് ഇവിടെ വരുന്നതെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, y ഡാഷ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സിൽ x കണ്ടുപിടിക്കുവാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റ് രണ്ട് തരമുണ്ടെന്നും രണ്ടാമത്തെ തരത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നും രണ്ടാമത്തെ തരം വരുന്ന രണ്ട് കേസ്, അതായത് dy/dx എന്ന് പറഞ്ഞ സാധനം എക്സിസ്റ്റ് ചെയ്യാത്തതാണ് കേസാണ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്നും ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഒന്നും മോഡുലസ് ഫംഗ്ഷൻ വരുന്ന കേസാണെന്നും നമുക്കറിയാം അല്ലേ? അപ്പൊ ഈ മോഡുലസ് ഫംഗ്ഷൻ വരുന്ന കേസിൽ നമ്മൾ എന്ത് പ്രത്യേകം ശ്രദ്ധിക്കണം? രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. അപ്പൊ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ വരുമ്പോഴും f(x/g(x) എന്നുള്ള മോഡൽ ഫംഗ്ഷൻ വരുമ്പോഴും ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും രണ്ട് ന്യൂമറേറ്റർ ഫ്രാക്ഷൻ വരുന്ന മോഡൽ ഈ രണ്ട് ടൈപ്പ് വരുമ്പോഴും നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റിനെ പറ്റി കൂടി ബോധേഡായിരിക്കണം. ഓക്കെ, ബാക്കി ഒരു കേസിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. ഒന്ന് ഓർത്തോണം, ഇവിടെ മോഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് മോഡുലസിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഞാൻ ഫംഗ്ഷനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചതാണ്, ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് മോഡ് എക്സ്. ഇപ്പൊ മോഡുലസിനുള്ളിൽ രണ്ട് ടേമുകളുണ്ട്. മോഡുലസിനുള്ളിലുള്ള ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആകുന്ന കേസും മോഡുലസിനുള്ളിലുള്ള ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസും. അങ്ങനെ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ. നിങ്ങൾ പഠിച്ചപ്പോൾ മോഡ് എക്സ് മാത്രമേ പഠിച്ചുള്ളൂ. അതുകൊണ്ട് മോഡ് എക്സ് ലെസ് ദാൻ 0 മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആക്കി. -x ഉം x എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആക്കി.
ഇതിന് പകരം ഇവിടെ x+2 ഉള്ളിൽ മോഡിനുള്ളിൽ 2 ടേം ഉള്ളതുകൊണ്ട് ആ 2 ടേമിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ മോഡിനുള്ളിലുള്ള ഫംഗ്ഷൻ <0, മോഡിനുള്ളിലുള്ള ഫംഗ്ഷൻ <0. ആ രീതിയിൽ വേണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. അതൊന്നും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 2 തരം ക്രിട്ടിക്കൽ പോയിന്റിലെ രണ്ടാമത്തെ തരവും ഇവിടെ ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ ആദ്യം എന്ത് നോക്കണം? ഡയറക്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ. അതായത് മോഡ് ഫംഗ്ഷൻ ഇത് ആരാണ് ക്രിട്ടിക്കൽ പോയിന്റ്, ഈ കേസിൽ ആരാണ് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരുന്നത്? മോഡുലസ് വരുമ്പം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഏതാണ്? മോഡുലസിന്റെ കേസിൽ ഓർമ്മയുണ്ടോ? മോഡുലസിന്റെ കേസിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് എപ്പോഴാണ്? മോഡ് എക്സ് ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് മോഡിനുള്ളിലുള്ള ഫംഗ്ഷൻ =0 എന്ന് വരുന്ന കേസ് അല്ലേ? ഇവിടെ നമുക്ക് മോഡിനുള്ളിൽ ഏതാ വന്നത്? x+2 ആണ്. അതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഇവിടെ ഏത് വരും? മോഡിനുള്ളിലുള്ള ഫംഗ്ഷൻ ദാറ്റ് ഈസ് x+2 = 0. ദാറ്റ് മീൻസ് x = -2 എന്ന് വരുന്ന കേസ്. അപ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ്. The point at which dy by dx does not exist. മോഡുലസ് ഫംഗ്ഷന്റെ കേസ്. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർമ്മയില്ലാത്തവരൊന്ന് എഴുതി നോട്ട് ചെയ്തോണം. ഡെറിവേറ്റീവില് മോഡുലസ് ഫംഗ്ഷന്റെ കേസിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് മോഡുലസിനുള്ളിലുള്ള ഫംഗ്ഷൻ 0 ആകുന്ന പോയിന്റിലാണ്. ഇവിടെ മോഡുലസിനുള്ളില് ഈ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് 0 ആകുന്ന പോയിന്റിലാണ്. ദാറ്റ് മീൻസ് x =-2 ഇത് എവിടെയെങ്കിലും കാര്യമായിട്ട് നോട്ട് ചെയ്തിട്ടോണം. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റിന് രണ്ടാമത്തെ കേസ് വരുന്നത് ഈ 2 കേസുകളിൽ മാത്രമാണെന്നുള്ള കാര്യം ഒന്നും കൂടി ഓർമ്മയിൽ സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ വരികയാണ്. ഇത് പ്രോബ്ലം തന്നെയാണ്, അതല്ല സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടൊന്ന് പ്രത്യേകം പറഞ്ഞിട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ്, അപ്പൊ ഇവിടെ y' ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പോയിട്ട് ഡെറിവേറ്റീവ് സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പേ എന്ത് എഴുതണം? രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളവർക്ക് അവരെ ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. Therefore, the derivative does not exist at f' of x does not exist at ഏത് പോയിന്റിലാണ്? x = -2. അപ്പൊ ആ ഒരു പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആയി മാറി. -2 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ എഴുതും. എന്നിട്ട് അതിന് ബാക്കിയായിട്ട് വേണം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാൻ. ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യല, ഇതിനുള്ളിലുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യല. അതുകൊണ്ട് നമുക്ക് മോഡുലസ് =0 വരുന്ന കേസ് വേണ്ട. അപ്പൊ ഇത് =0 വരുന്ന കേസ് നമുക്ക് വേണ്ട, അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യല. അതുകൊണ്ട് നമ്മൾ ആ കേസ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. =0 എന്നുള്ള കേസ് അതിൽ നിന്നേ ഒഴിവാക്കി. ബാക്കിയുള്ള കേസിലെ നമുക്ക് f' of x കാണാം. 2 ടൈപ്പിലുള്ള ഡെറിവേറ്റീവും കാണാം. എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റിലെ ക്രിട്ടിക്കൽ പോയിന്റും വേണം, ഡെറിവേറ്റീവ് 0 ആവുന്ന കേസിലെ ക്രിട്ടിക്കൽ പോയിന്റും വേണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതെന്ന്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത് എവിടെ മാത്രമേ ഉള്ളൂ? മോഡുലസിനുള്ളിലുള്ള ഫംഗ്ഷൻ 0 ആകുന്ന പോയിന്റിൽ, മോഡുലസിനുള്ളിലുള്ള ഫംഗ്ഷൻ 0 ആകുന്ന പോയിന്റിൽ മാത്രമേ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതെ ഉള്ളൂ. The point at which dy by dx does not exist is x = ഡെറിവേറ്റീവിനുള്ളിലുള്ള സാധനം 0 ആവുന്ന കേസ്. ഈ ഒരു പോയിന്റിൽ മാത്രമേ dy by dx എക്സിസ്റ്റ് ചെയ്യാതെ ഉള്ളൂ. അതൊന്ന് ഓർത്ത് നോട്ട് ചെയ്തോണം. സിമ്പിൾ കാര്യങ്ങളെ നമുക്ക് ഓർക്കേണ്ടതുള്ളൂ. എങ്കിലും പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നേ ഉള്ളൂ. തീരെ മനസ്സിലാകാതെയും ബുദ്ധിമുട്ടുള്ളവർ ഇത് വിട്ടേക്കുക. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ മനസ്സിലാകാത്തൊരു വിട്ടോ എന്ന് പറയാനുള്ള കാരണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്ക് ജനറലായിട്ട് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബുദ്ധിമുട്ടുള്ളവർ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നോർത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനും കൂടെ ചിലപ്പം വിട്ടുകളയും. അതുകൊണ്ട് അവരങ്ങനെ വിട്ടുകളയരുത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിക്കണം. പരീക്ഷയ്ക്ക് ആ മോഡലായിരിക്കും വരാൻ സാധ്യത. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് വിട്ടോ എന്ന് പറയുന്നത്. ഇപ്പൊ f' of x കാണുക. f' of xന്റെ ഡെറിവേറ്റീവ് ഇവിടെ f' of x നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് ഇട്ടാലും മതി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഡെറിവേറ്റീവും ഇവിടുത്തെ ഡെറിവേറ്റീവ് എത്ര വന്നു? -1. if x <-2 ആണ്. ഇവിടുത്തെ ഡെറിവേറ്റീവ് എത്രയാണ്?
x1 if x greater than -2. x equal to 0 ഡിഫറൻഷ്യബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പോയിന്റ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി കളഞ്ഞതാണ്. അപ്പോൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് ഉണ്ടോ നോക്കുക. ഉണ്ടോ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എവിടെയെങ്കിലും ആവുമോ? ഇതിനകത്തോ എവിടെയെങ്കിലും ആവുന്നുണ്ടോ? എഫ് ഡാഷ് കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റ്, അതായത് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന തരം ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ ഇല്ല. ആകെ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. അത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് തരം ക്രിട്ടിക്കൽ പോയിന്റിനെ ഇവിടെ ചെക്ക് ചെയ്തു. ഒന്നാമത്തെ കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ കേസിൽ there is no such point. Therefore ഈ കേസിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. There is no critical point in this case. വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാന്ന് മാത്രം. അപ്പൊ ഈ ഫംഗ്ഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ആ മോഡൽ വെച്ചാണ് മോഡ് എഫ് ഓഫ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സംശയമുള്ളവർ പഴയ നോട്ട് നോക്കുക. തീർത്ത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ പോയിന്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച കേസ്, ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച കേസും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പ്രത്യേകമായി നോട്ട് ചെയ്യണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഇതിന്റെ ബാക്കി. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ ക്രിട്ടിക്കൽ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ക്രിട്ടിക്കൽ പോയിന്റേ നമുക്കുള്ളൂ. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പറ്റുമോ ഇല്ലയോ? നമുക്കിപ്പോൾ ഒറ്റ ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത കേസിൽ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇങ്ങനത്തെ ക്രിട്ടിക്കൽ പോയിന്റ് വന്നാൽ അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുമോ? എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഈ പോയിന്റിലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടെസ്റ്റ് ഏതാണ്? അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണിത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പൊ അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതാണ് ഇതിന്റെ റീസൺ. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത പ്രകാരം ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്രിട്ടിക്കൽ പോയിന്റിലെ പോയിന്റിന് നമുക്കറിയാലോ, നമ്മുടെ ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ് -2 എങ്കിൽ -2ന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള പോയിന്റ് എടുത്തിട്ട് എവിടെ ഇട്ട് നോക്കണം? എഫ് ഡാഷ് ഓഫ് എക്സിൽ ഇൻക്രീസിംഗ് ആണോ, ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിംഗ് ആണോ, റൈറ്റ് സൈഡിൽ ഇൻക്രീസിംഗ് ആണോ, ഡിക്രീസിംഗ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻക്രീസിംഗും ഡിക്രീസിംഗും അറിയണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിൽ തന്നെ ഇടണം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരുന്ന -1 x ലെസ് ദാൻ -2 +1 x ഗ്രേറ്റർ ദാൻ -2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇതിനകത്തോട്ട് വേണം ഇട്ടുകൊടുക്കാൻ. അപ്പൊ നമ്മൾ അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ തരം ക്രിട്ടിക്കൽ പോയിന്റ് ഇതിന് ഇല്ല. അതുകൊണ്ട് അപ്ലൈ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിക്കുകയാണ്. അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അതിന്റെ രണ്ട് സൈഡിലുമുള്ള പോയിന്റ് ചെക്ക് ചെയ്യണം. ഈ സൈഡിലെ ഒരു പോയിന്റ് എടുക്കുക, ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് എടുക്കുക, -2വിനേക്കാൾ ചെറിയൊരു പോയിന്റ് എടുക്കുക. -2വിനേക്കാൾ ചെറിയ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ നേച്ചർ നോക്കുക. ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്, എളുപ്പമാണ്. -2വിനേക്കാൾ ചെറിയ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വന്നത്? -1. ഇട്ടൊന്നും കൊടുക്കണ്ട, അവിടെ നേരെ കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പൊ ഇവിടെ -1 ആണ് വന്നത് ഈ സൈഡിൽ. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വന്നു? നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വന്നുകൊണ്ട് ഇത് എന്ത് വന്നു? ഡിക്രീസിംഗ് വന്നു. ക്ലിയർ അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, നെഗറ്റീവ് -1 therefore ലെസ് ദാൻ 0. ഇനി ഈ സൈഡിലെ ഒരു പോയിന്റ് എടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സിനെ -2വിനേക്കാൾ വലിയൊരു പോയിന്റ്, അതായത് -2വിനേക്കാൾ വലിയ എക്സിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എത്രയാണ് വന്നത്? 1 ആണ് വന്നത്. അതായത് ഈ കേസിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 1 ആണ് വന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് എന്ത് പറയാം? ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ ഇൻക്രീസ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ്ങും ആയിട്ട് വന്നാൽ
ഇതിവിടെ ഡിക്രീസിങ്, അതിനുശേഷം ഇൻക്രീസിങ്. അപ്പോൾ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഷേപ്പ് തന്നെ നമുക്ക് കണ്ടാൽ ഷേപ്പ് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ ഇതാരാണ്? -2 എന്നുള്ള പോയിന്റ് ആരാണ്? പോയിന്റ് ഓഫ് മിനിമം അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് ഞാൻ എഴുതിയപ്പോൾ ചെറുതായി പോയെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾ വലുതാക്കി വരച്ച് എഴുതിക്കോളൂ കേട്ടോ. അപ്ലൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. -2ന്റെ ലെഫ്റ്റ് സൈഡില് ഡെറിവേറ്റീവിന്റെ വാല്യൂ <0 എന്ന് കിട്ടി. -2ന്റെ റൈറ്റ് സൈഡില് 1 ആണ്, <0 എന്ന് കിട്ടി. ഇവിടെ ഡിക്രീസിങ്ങും ഇവിടെ ഇൻക്രീസിങ്ങും. Therefore, f' of x is less than 0 at x less than -2 and f' of x is therefore increasing, hence decreasing, and f' of x greater than 0 at x greater than -2, hence increasing. Therefore, നമ്മൾ എന്താ കൺക്ലൂഷൻ എത്തിയത്? നമ്മുടെ പോയിന്റ് കഴിഞ്ഞില്ലേ? ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത സ്റ്റെപ്പാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്ത സ്റ്റെപ്പ് ഇതാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇപ്പൊ കൺക്ലൂഷൻ നമ്മൾ എഴുതി. കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കാം? Therefore, x equal to -2 അതല്ലേ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. x equal to -2 സേ പോയിന്റ് ഓഫ് എന്താണ് നമ്മുടെ കൺക്ലൂഷൻ? ഇപ്പൊ മിനിമം പോയിന്റ് ആണെന്നല്ലേ ഇവിടെ കണ്ട ഷേപ്പ് കൊണ്ട് കിട്ടിയത്. മിനിമം പോയിന്റ് ഇവിടെ കുറഞ്ഞ് ഇവിടെ കൂടി വന്നാൽ മിനിമം പോയിന്റ്. സോ പോയിന്റ് ഓഫ് മിനിമം. അപ്പൊ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് ഡെറിവേറ്റീവ് സ്റ്റെപ്പിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ. അത് നമ്മൾ കഴിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്, സെക്കൻഡ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ പോയിന്റ്. പോയിന്റ് ഓഫ് മിനിമം എന്നാണ് ഇപ്പൊ കിട്ടിയത്. അപ്പോൾ അതോടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കഴിഞ്ഞെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഞാൻ മായ്ക്കുവാണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതല്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇനി ബാക്കിയുണ്ട്. ആ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം എന്തുണ്ട്? മിനിമം വാല്യൂ മാക്സിമം വാല്യൂവും കാണണം. അപ്പോൾ ഇവിടെ മിനിമം പോയിന്റല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. മിനിമം പോയിന്റ് ആയതുകൊണ്ട് മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ, മിനിമം വാല്യൂ ഓഫ് f of x. മിനിമം പോയിന്റ് കിട്ടിയാൽ മിനിമം കിട്ടുള്ളൂ. ഏത് പോയിന്റിലാണ് മിനിമം വരുന്നത്? -2 എന്ന പോയിന്റിലാണ് ഫംഗ്ഷന് മിനിമം വരുന്നത്. എഫിന് -2 എന്ന പോയിന്റിൽ മിനിമം വാല്യൂ കിട്ടും. അതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ. അതാണ് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്, മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ഈ ഫംഗ്ഷൻ്റെ അകത്തോട്ട് -2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വന്നു? ആൻസർ -1. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വന്നു? മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് -1. ഇനി ആർക്കെങ്കിലും ഇത് ബുദ്ധിമുട്ടായിട്ട് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വിട്ടുകളയുക കേട്ടോ. ഇല്ലാത്തവർ പഠിക്കുക. അപ്പോൾ ഈ മോഡല് 1-2 എണ്ണം കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഹോംവർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം പേജ് നമ്പർ 232, ക്വസ്റ്റ്യൻ നമ്പർ 2-ലെ 5th ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. 5-6 അല്ലേ? 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് കൃത്യമായി മാക്സിമം മിനിമം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനും 1-2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും അപ്ലൈ ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് ഇതിനെ കണക്കിലെടുക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ചെയ്യുന്നതായിരിക്കും.